നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നതൊക്കെ ഭംഗിയിലിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി നല്ല മേക്കപ്പും പുട്ടിയൊക്കെ ഇട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല സുന്ദരി. എന്നാൽ ആ സുന്ദരിയുടെ അകത്തുള്ള ചിന്തകൾ ഭയങ്കര വിരൂപമായിരിക്കാം. അത് പക്ഷെ ആളുകൾക്ക് വിഷയമല്ല. ഭയങ്കര ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. അതൊന്നും വിഷയമല്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുള്ളൂ. പുറമെ കാണുമ്പോൾ നല്ല കുട്ടപ്പനായിട്ടിരിക്കണം, ഇത്തിരി തടിയൊക്കെ ഉണ്ടാവണം, വേറെ ക്ഷീണിച്ചിങ്ങനെ കുനിക്കൂടിയൊന്നും ഇരിക്കരുത്, പിന്നെ പ്രത്യക്ഷത്തിൽ വേദനകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. അകത്തെന്ത് എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഉദാഹരണമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ടൈറ്റാനിക് സിനിമയില്ലേ, അതിൽ ഒരു ഭയങ്കര എന്താണ് ഒരു റോയൽ ഒരു ഏരിയ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ കൽക്കരിയൊക്കെ ഇട്ട് പണിയെടുക്കുന്ന ഒരു ടീമിനെ കാണുന്നുണ്ട്. ഈ കൽക്കരി ഇട്ട് പണിയെടുക്കുന്ന ടീമാണ് നമ്മുടെ ശരീരം, അതിൻ്റെ അകത്ത അവസ്ഥ. പക്ഷെ പുറമെ നിൽക്കുന്നത് നമ്മൾ മറ്റേ കേറ്റ് വിൻസ്ലേറ്റ് ഒക്കെ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അവർക്ക് അങ്ങനെ ഭംഗിയിലിരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അകത്ത് ഇത്രയും അധ്വാനിക്കുന്ന വലിയ ട്രില്യൺ കണക്കിന് ആൾക്കാർ നമ്മുടെ അകത്തിരിക്കുക. ഈ ട്രില്യൺ കണക്കിന് ആൾക്കാരെ പട്ടിണിക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ അവർ ദുരിതത്തിലേക്ക് ഇട്ടിട്ടോ നമുക്ക് ഭംഗിയിൽ നടന്നിട്ട് യാതൊരു ഗുണവും. അതിൽ കഥയില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ അധിക താമസം ഇല്ലാണ്ട് ഈ പുറമേയുള്ള മാസ്ക് ഇല്ലാതെയാവും. അപ്പം അതുകൊണ്ട് അകത്ത് നടത്തുന്ന ഈ അധ്വാനിക്കുന്ന വിഭാഗങ്ങളെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അവരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പുകവലിക്കുന്നു. പുകവലിച്ചു കഴിഞ്ഞാൽ ഈ 37 ട്രില്യൺ കോശങ്ങൾക്ക് അറ്റാക്കാണ്, ഷോക്കാണ്. കാരണം ഓക്സിജൻ കിട്ടേണ്ടടത്ത് ഈ ഒരു വിഷപ്പുകയാണ് ചെല്ലുന്നത്. അത് മുഴുവൻ ആകെ വിറങ്ങലിച്ച് പോവുകയാണ്. എന്താ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്ന തരത്തിലേക്ക്. ആ ഒറ്റ തവണത്തേൽ, അതായത് ഒരു തവണ നമ്മൾ ശ്വാസം വലിച്ചു വിടുന്നു. ഈ ഒരു തവണത്തെ ശ്വാസം ഈ 37 കോടിക്കണക്കിന് കോശങ്ങൾക്ക് അകത്തേക്ക് ഒരു തവണ നമ്മൾ വലിച്ച ശ്വാസം, ആ വായു അല്ല അതിലത്തെ ഓക്സിജൻ എത്തുന്നു എന്ന് നമ്മുടെ ഭാവന കൊണ്ട് എത്തിക്കാൻ പറ്റുമോ? അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത്രയും ഒരു തവണ വലിക്കുന്ന ശ്വാസം ഈ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളിലേക്ക് എത്തുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് രാസപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് വേസ്റ്റായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് അടുത്ത തവണത്തെ ശ്വാസം പുറത്തേക്ക് വിടുന്നതിൽ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞു. ഇത്രയും രസകരമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത്രയും രസകരമായിട്ട് ഒരു എറർ പോലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ പെർഫെക്റ്റായിട്ട് പ്രവൃത്തികൾ ശരീരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു പുകയെടുത്ത് വലിക്കുന്നത്. നമുക്കതിലൊരു വലിയ ഫണ്ണ് എന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും ഒരു ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ, നമുക്ക് ബാക്കി ലോകത്തെ മുഴുവൻ അറിയുമെങ്കിലും അവനവനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. സ്വന്തം ശരീരത്തെക്കുറിച്ചോ സ്വന്തം മനസ്സിനെക്കുറിച്ചോ നമുക്ക് ഒന്നും അറിയില്ല. ബാക്കി സകലതിനെക്കുറിച്ചും അറിയായിരിക്കും. നമുക്ക് എല്ലാവരും സ്പേസ് ഷട്ടിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയുമായിരിക്കാം. പക്ഷെ നമുക്ക് കൊടുക്കേണ്ട, നമ്മുടെ ശരീരത്തിൽ കൊടുക്കേണ്ട ഇന്ധനം എന്താണ്, ശരീരം ആഗ്രഹിക്കുന്ന ഇന്ധനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യത ഉണ്ടായിരിക്കില്ല. ഈ വിധം ശരീരത്തെ ഒന്ന് നോക്കിക്കാണണം.